ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടിച്ചടിച്ചു ഓൺ ഒന്ന് ട്രൈ ചെയ്തോട്ടെ. ഇത് പ്ലസ് സത്തിട്ടേണ്ട വാ 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 മനെ മനെ ഇവിടെ പ്ലെയർ ഇല്ലാത്ത കാരണം ഭയങ്കര മേന എനിക്ക്. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നമ്മൾ ഇച്ചിരി ഇന്ന് ലോങ് പോവാണ്. ലോങ് എന്ന് വെച്ചാൽ നമ്മൾ തിരുവല്ല വേങ്ങൽ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോഴത്തേക്ക് രാവിലെ ഇവിടുന്ന് അവിടെ ചെന്നു. നല്ല മഴ, മീനൊക്കെ കിട്ടി തുടങ്ങിയത് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് 3-4 ഇഞ്ച് മീൻ കിട്ടിയപ്പോഴത്തേക്ക് പിന്നെയും മഴയായി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് രാവിലെ ഇന്ന് അത്യാവശ്യം നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. രാവിലെ ഒരു 8-8:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 8:30ക്കാണ് ഇറങ്ങുന്നത്. കാരണം ഇപ്പം കണ്ടങ്ങളിലെല്ലാം അവിടെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. നമുക്ക് നല്ലതാണ്. എങ്ങനെയാണെന്നാലും നമുക്ക് പോകുന്നത് എങ്ങനെയും മുതലാകും, അതുറപ്പാണ്. അപ്പം ഞാനവിടെ പോകാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ വരാനുണ്ട്. അപ്പോൾ അവനും ഞാനിവിടെ ആണ് സ്റ്റിക്ക് ഇടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ അണ്ണൻ എത്തിയിട്ടുണ്ട്. ഇത് ബാഗ് ഫ്രണ്ട് വെക്കേ. ഇല്ലല്ലോ, ഒരിക്കലും ഇടത്തില്ല അണ്ണ. പിടി ഇത് ഫ്രണ്ടിലോട്ടോ. ആ വെള്ളം എടുത്ത് ഡിക്കി വെക്കണോ? ഡിക്കി വേണേൽ വെച്ചേരാ. ലാസ്റ്റ് വരെ വെക്ക്. ആ അത് തന്നെ. അങ്ങനെ വെച്ചാൽ. അപ്പം ഞങ്ങളിതേ വേങ്ങൽ വന്നിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾ വരുന്ന വഴിക്ക് വേങ്ങലിൻ്റെ ഒരു ഭാഗത്ത് അടിച്ചപ്പോൾ നമുക്ക് 2 കിട്ടിയായിരുന്നു. അപ്പോൾ ഇതാണ് വേങ്ങൽ. പ്രത്യേകിച്ച് ഞാൻ ആരെയും കാണിക്കേണ്ട കാര്യമില്ല, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിക്കാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് തുടങ്ങാം. അടിച്ചടിച്ചു. യെസ് ഷോൺ. നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് ഒരു 1/2 കിലോയ്ക്ക് അടുത്തുണ്ട്. കുഴപ്പമില്ല. വരാല് അത്യാവശ്യം നല്ല രീതിയിൽ ചോര വന്നിട്ടുണ്ട്. ഇതേ പോയി ചോരയാണ്, നിറച്ച് ചോരയാണ്. നമുക്കിവനെ കെട്ടി ഇങ്ങോട്ടിടാം. നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ഇടാം. ഓൺ. ഇത്തിരി ചെറുതാ. ഇല്ലില്ല, അത് ബാഗ് അല്ലാതെ തറ വീണതാ. നമ്മുടെ 2ാമത്തെ വരാൽ വലിയ രീതിയിൽ ഇതാകാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെയും എടുക്കാം. ഇത് കുരുങ്ങും. അതാ നമ്മുടെ 2ാമത്തെയാണ്. ഒരു ചെറിയ സൈസാണ്, എടുക്കാൻ വരുമോ. അങ്ങനെ നമ്മുടെ 2ാമത്തെ വരാല് പോണല്ലേ. അങ്ങനെ നമ്മുടെ 2ാമത്തെ വരാല് കയറി.
വന്നപ്പോൾ തന്നെ നീർക്കാക്കയൊക്കെ ഓടുന്നു. നമ്മളടി തപ്പിയൊക്കെയാണ് പോകാൻ. നമ്മുടെ ഇവിടെ കിടക്കട്ടെ. അത്യാവശ്യം വെള്ളം ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇച്ചിരി കൂടിയിട്ടുണ്ട്. മാറി ഇടയിൽ പറഞ്ഞേ. ഇന്നലെ തൊട്ടേ ഇപ്പം നമ്മളെ അങ്ങ് ഉസ്തിച്ച് നടന്നവനാ. പറഞ്ഞില്ലേ പോകുന്നതിന് മുമ്പ് ഒരെണ്ണം അടിക്കുമെന്ന്. എൻ്റെ വീക്ഷണ കോഷണം തെറ്റിയില്ല. സൈഡിൽ നിന്ന് ഇന്നലെ ഇവൻ അടിച്ചു നമുക്ക്. എന്തായാലും ചിക്ക് പോകാൻ നേരത്തെ ഇവിടുന്ന് അടിച്ചത് വരാം. ഇത് നല്ലൊരു അര കിലോ റേഞ്ച് ഉണ്ട്. നല്ലൊരു സൈസ് ഫ്രോഗ് വാങ്ങില്ല. ഗ്രിപ്പറില്ല. അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഞങ്ങൾക്ക്. ശതമാണത് ഡേയ് മപ്പലാസ് സത്തിട്ടേണ്ട നീരാട്ടട്ട് എന്നിട്ട് നമുക്ക് പോവാം. കെട്ടിയേരേ. എന്തായാലും 1 കിലോ ആയി അല്ലേ? 2 കിലോ ഇല്ല, ഒരു 1.5 കിലോ ഉണ്ട്. ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്. ഈ പോച്ചയുടെ സൈഡിലൊക്കെ നിൽപ്പുണ്ട്. ഇന്നലെ അടിച്ചവനാ, മനസ്സിലായോ? അവൻ നോക്കിയപ്പോൾ ഇന്ന് ഇവന്മാരാ മൂഞ്ചിക്കാം. അയ്യ വാ വാ വാ. ആദ്യം ഒന്ന് അടിച്ചു, അവൻ കിട്ടിയില്ല. പിന്നെ പോയി അടിയിൽ. രണ്ടാമത് വീണ്ടും അടിച്ചപ്പോൾ അവൻ കയറി അടിച്ച് വെട്ടി. വാ. ഈ പ്ലെയർ ഇല്ലാത്ത കാരണം വൻകിട മനെ വളരെ പ്ലെയർ ഇല്ലാത്ത കാരണം ഭയങ്കര മേന എനിക്ക് ഇങ്ങനെ പിടിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ആറ്റത്തിലടിച്ച് ജസ്റ്റ് പല്ല് എൻ്റെ പല്ല്. വിയറ്റ്നാം വരാൽ 1 കിലോ റേഞ്ച് ഉണ്ട്. 1 കിലോ. എത്ര നീളമുണ്ടെന്നൊന്നും കാണിക്കുന്നില്ല, വെറുതെ എന്തിനാ. എത്ര നീളമായാലും എന്താ, കഷ്ടപ്പാടിൻ്റെ ബലമല്ലേ. ഓക്കെ, മൊത്തം ഇപ്പം നമുക്ക് 4 എണ്ണം കയറിയിട്ടുണ്ട്. ഒരു മൊത്തത്തിൽ ഇപ്പോൾ ഒരു 2 കിലോ ഉണ്ട്. നമുക്ക് ഇവനെ ഉമ്മാരിവിടെ കെട്ടിയിടാം. കിടന്നോളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് കയറുകയാണ്. സമയം എത്ര? 2 മണിയായി. 2 മണിയായപ്പോൾ നമുക്ക് മൊത്തത്തിൽ കിട്ടിയത് 4 വരാൽ. 4 വരാൽ തന്നെ മൊത്തം ഒരു
2.5 കിലോ മുകളിലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വലിയ രീതിയിൽ കിട്ടാതെ 3-4 കിട്ടിയ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. നമ്മൾ കയറുവാണ്, കാരണം നല്ല കാറ്റായി. പിന്നെ അതുമല്ല ഫ്രോഗിൻ്റെ പുറകെയൊക്കെ നല്ല പാമ്പൊക്കെ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഇനി നിന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് കിട്ടിയ മീനെ കാണിക്കാം. കമോണെണ്ണ മീനെ കാണിച്ചേ. ഇത്രയാണ് ഞങ്ങൾക്ക് കിട്ടിയ മീൻ. 4 എണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല, എന്നാലും 2-2.5 കിലോ മുകളിൽ എന്തോ ഒരു ഇതുണ്ട്. അത്യാവശ്യം നല്ല സൈസുകളെല്ലാം. 2 എണ്ണം മർഗേസാല, 2 എണ്ണം മർഗേസാല. എന്തായാലും കുഴപ്പമില്ല. അപ്പം എന്നിറങ്ങി ഇത്രേ കിട്ടിയുള്ളൂ. സോ അടുത്തൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോഴേ നമ്മളെല്ലാവരും ക്രിസ്മസ് മാർക്കും ടാറ്റ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം 1-2 ദിവസത്തിനുള്ളിൽ ഇച്ചിരി ഒന്ന് പൊങ്ങുന്നതായിരിക്കും. അപ്പം ആ സമയത്തൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇച്ചിരിയൊക്കെ മീൻ പിടിക്കാൻ പറ്റും. അപ്പം സ്പോട്ട് നമ്മുടെ തിരുവല്ല വേങ്ങലാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഓക്കെ.